ചിൻസ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരു മീഷോ ഹോളുമായിട്ടാണ്. ഇന്ന് ഞാൻ കുറച്ച് കുർത്തീസും ഒരു ഷർട്ടുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്ക് അധികം ലേറ്റ് ആക്കാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് ഞാൻ ഫസ്റ്റ് കാണിക്കാൻ പോകുന്നത് ഒരു ഷർട്ടാണ്. ഫസ്റ്റ് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു ഷർട്ടാണ്. ഇതാണ് ഞാൻ പർച്ചേസ് ചെയ്ത ഷർട്ട്. ഇതൊരു അനിമൽ പ്രിന്റിന്റെ ഷർട്ടാണ്. ഇത് വന്നിട്ട് ഒരു ഓഫ് വൈറ്റ് കളറില് ബ്ലാക്ക് പ്രിന്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ ഓർഡർ ചെയ്തത് ഒരു അനിമൽ പ്രിന്റ് തന്നെയായിരുന്നു. പക്ഷെ അതിൻ്റെ പാറ്റേണും ഇതും തമ്മിൽ വലിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. ഞാൻ സ്മോൾ ആയിട്ടുള്ള പ്രിന്റാണ് അതിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിൽ ഭയങ്കര ഹ്യൂജ് ബിഗ് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു പ്രിന്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇട്ട് നോക്കിയപ്പോഴും എനിക്ക് അത്രയ്ക്ക് വലിയ ഇഷ്ടമായില്ല. എന്നാലും ഞാനിത് റിവ്യൂ ചെയ്യാം. ഞാനിത് റിട്ടേൺ ചെയ്യാൻ പോവുകയാണ് ഈ പ്രോഡക്റ്റ്. ഇതിൻ്റെ ഹാൻഡ് വന്നിട്ട് ഒരു 3/4 ഹാൻഡാണ്. ഹാൻഡ് കുറച്ച് ലൂസാണ്, എങ്കിലും നമ്മൾ ബട്ടണൊക്കെ ഇടുന്ന സമയത്ത് കംഫർട്ടബിൾ ആയിട്ട് കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. ഇതിന് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇടുന്ന സമയത്ത് കുറച്ചൊരു ടൈറ്റ് പോലെ തോന്നും. ഈ ഒരു ബട്ടൺ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് ടൈറ്റ് ആയിരിക്കും. പക്ഷെ ബട്ടൺ ഇട്ടിട്ടില്ലെങ്കിൽ നല്ല ലൂസായിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം അത് ഒരു കറക്റ്റ് ഫിറ്റിംഗ് അല്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിൻ്റെ കോളർ വന്നിട്ട് ഇങ്ങനെയുള്ളൊരു കോളറാണ് ഇവര് കൊടുത്തിരിക്കുന്നത്. അത് കുറച്ച് കംഫർട്ടബിൾ ആണ്, കുഴപ്പമൊന്നും വരുന്നില്ല. 3/4 ആണ് ഇതിൻ്റെ ഹാൻഡ്സ് വരുന്നത്. അനിമൽ പ്രിന്റ് ആണ്. കറക്റ്റ് ബോഡി ഫിറ്റിംഗ് ആയിട്ട് തന്നെയാണ് വരുന്നത്. ടക്കിൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അല്ലാതെ തന്നെ കറക്റ്റ് ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ അവർ ഡബിൾ ലെയറിലാണ് ഒരു ബട്ടൺ ഇടുന്ന ഇത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ലെയറിലാണ് നിങ്ങൾ ബട്ടൺ ഇടേണ്ടത്. ബട്ടൺ ഇടാനുള്ള ആ ഒരു ഹോൾസ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് ലെയറിലാണ്. അതിനുശേഷം ആ ഒരു ബട്ടൺ ഇടുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കവറിങ് കൂടി അവർ കൊടുത്തിട്ടുണ്ട്. വേറൊരു ക്ലോത്ത് വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ബട്ടൺ ഇട്ടിട്ടുണ്ടെങ്കിലും ആ ഒരു ബട്ടൺ ഇട്ടത് നിങ്ങൾക്ക് പുറമേ നിന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കില്ല. അത് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ ഒരു ക്ലോത്ത് അതിൻ്റെ ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കണ്ടു. ഞാൻ ഇതിന് മുമ്പ് വാങ്ങിച്ച ഷർട്ടിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. സോ നമ്മളൊരു ബട്ടൺ ഇട്ട ഒരു ഫീല് ഉണ്ടാവില്ല പുറത്തേക്ക് നോക്കും. ഇനി സപ്പോസ് നമ്മൾ ബട്ടൺ പെട്ടെന്ന് അഴിഞ്ഞു പോയാൽ പോലും നമ്മുടെ സ്കിൻ കാണില്ല എന്നാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഗുഡ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതിൻ്റെ ഞാൻ ബുക്ക് ചെയ്തതും എനിക്ക് ലഭിച്ചതും തമ്മിൽ നല്ല പാറ്റേൺ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിത് റിട്ടേൺ ചെയ്യുന്നത്. ബാക്കി എല്ലാം കൊണ്ടും ഇത് നല്ല കംഫർട്ടബിൾ ആണ്. മെറ്റീരിയൽ വന്നിട്ട് ക്രീപ്പ് മെറ്റീരിയലിലാണ് വരുന്നത്. കുറച്ച് സീത്രൂ ആണ്, എന്നാലും നല്ല രീതിയിൽ അങ്ങനെ കാണുന്നൊന്നുമില്ല. നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ ഉള്ളിൽ സ്ലിപ്സ് ഇടാവുന്നതാണ്. കംഫർട്ടബിൾ ആണെങ്കിൽ ഇങ്ങനെ തന്നെ വേറെയാവുന്നതാണ്. വലിയ കുഴപ്പമില്ല. പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇറക്കം നമ്മൾ സാധാരണ ഒരു ഷർട്ടിന് വേണ്ട ഇറക്കത്തിൽ തന്നെയാണ് ഈ ഒരു ഷർട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പ്രിന്റ് കൂടി ഞാൻ ഉദ്ദേശിച്ച പോലെ ആകുകയായിരുന്നെങ്കിൽ ഞാനിത് പർച്ചേസ് ചെയ്തേനെ. പക്ഷേ ഐ എം ഗോയിങ് ടു റിട്ടേൺ ഇറ്റ്. അടുത്തത് ഞാൻ പർച്ചേസ് ചെയ്ത ഒരു കുർത്തിയാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് 166 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്തി വാങ്ങിച്ചത്. ഇത് ഞാൻ മീഷോയിൽ കണ്ട സെയിം കുർത്തി തന്നെയാണ്. എനിക്ക് സെയിം ഡിസൈൻ സെയിം പാറ്റേൺ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ക്രീപ്പ് മെറ്റീരിയലാണ് ഈ ഒരു കുർത്തി വരുന്നത്. അതുകൊണ്ടാണ് ഇത്രയും പ്രൈസ് കുറവ്. 166 റുപ്പീസിനാണ് ഇത് ലഭിച്ചത്. ഇത് പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ്. സ്മോൾ സൈസ് ആണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത്. 3/4 ആണ് ഇതിൻ്റെ ഹാൻഡ്സ് വരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. എല്ലാ കളേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിലുള്ള ലെഗിൻസ് ഇതിന് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റിച്ചിങ് ആണ്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. 3/4 ആണ്. റൗണ്ട് നെക്ക് ആണ് അവർ കൊടുത്തിരിക്കുന്നത്. സ്മോൾ സൈസ് ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. സെയിം പാറ്റേൺ തന്നെയാണ് രണ്ട് സൈഡിലും വരുന്നത്. വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ട് സൈഡിലും അവർ സ്ലിറ്റ്സ് രണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഇതിന് ലൈനിങ്ങും മറ്റൊന്നും വരുന്നില്ല. ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നിഴലൊന്നും അടിക്കില്ല. സോ അതുകൊണ്ട് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ സ്ലിപ്സ് ഉള്ളിൽ ഇടാവുന്നതാണ്. സ്ലിപ്സ് ഇടേണ്ട ആവശ്യം വരുന്നില്ല, കാരണം ഇത് സീത്രൂ അല്ല. പിന്നെ നെക്ക് വന്നിട്ട് നല്ല കയറിയിട്ടാണ്. എനിക്ക് കുറച്ച് അധികമായിട്ട് കയറിയിട്ടാണ്. പക്ഷെ എന്നാലും കംഫർട്ടബിൾ ആണ്. അതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ഒരു ബോർഡ് നെക്ക് പോലെയാണ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ അതിൻ്റെ പാറ്റേൺ അനുസരിച്ച് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ഞാൻ എന്താണ് ഓർഡർ ചെയ്തത് അതിനാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. കംഫർട്ടബിൾ ആണ്. ക്രീപ്പ് മെറ്റീരിയൽ ആണ്. 166 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്. ഒരു മിക്സഡ് കളർ കോമ്പിനേഷൻ ആണ്. 3/4 ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ സാധിക്കും. ഓഫീസ് വെയർ ആയിട്ടും സാധാരണ പുറത്തേക്ക് പോകാനൊക്കെ ആയിട്ട് ഇടാം. ജീൻസിൻ്റെ കൂടെയും അല്ലെങ്കിൽ സിഗരറ്റ് പാൻസിൻ്റെ കൂടെയോ ലെഗിൻസിൻ്റെ കൂടെയോ അല്ലെങ്കിൽ
ജെർക്കിൻസിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ്. വിത്തൗട്ട് ഷാളും വിത്ത് ഷാളും ഒക്കെ നിങ്ങൾക്ക് പെയർ ചെയ്യാൻ സാധിക്കും. മൾട്ടി കളർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ ഷാൾ യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കുർത്തിയാണ്, കംഫർട്ടബിൾ ആണ്. പ്രൈസിന് വെച്ചിട്ടുള്ള ഒരു വർത്ത് ഇത് ഉണ്ട്. ഇനി അടുത്ത ഞാൻ പർച്ചേസ് ചെയ്ത ഒരു കുർത്തി ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്തിയാണ്. ഇത് ഞാൻ നല്ല ഡിസപ്പോയിൻറ്റഡ് ആണ്. കാരണം ഞാൻ ഓർഡർ ചെയ്ത പാറ്റേണേ അല്ല എനിക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. പക്ഷേ ആ പാറ്റേൺ നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് എനിക്ക് വന്നിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ, ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് എനിക്ക് വന്നിരിക്കുന്നത്. ഇതും എലൈൻ കുർത്തിയാണ്. രണ്ട് സൈഡിലും സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത്. രണ്ട് സൈഡിലും അവർ സ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സീത്രൂ അല്ല, ക്രീപ്പ് മെറ്റീരിയൽ ആണ്. ലൈനിങ് കൊടുത്തിട്ടില്ല. ലൈനിങ് കൊടുത്തിട്ടില്ലെങ്കിൽ കൂടിയും ഇത് സീത്രൂ മെറ്റീരിയൽ അല്ല, ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ സീത്രൂ അല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലിപ്സ് ഇടാവുന്നതാണ്, അല്ലെങ്കിൽ ഒഴിവാക്കാവുന്നതാണ്. ഇതിൻ്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത്. നല്ല ഡീപ്പ് നെക്ക് ഒന്നുമല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന കുർത്തിൻ്റെ ഒക്കെ പോലത്തെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള നെക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഹാൻഡ്സിലുള്ള ഈ ഒരു ഡിസൈൻ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു കുർത്തി വാങ്ങിച്ചത്. ഇങ്ങനെയുള്ളൊരു കട്ട് ഇതിൻ്റെ ഷോൾഡറിൽ, രണ്ട് ഷോൾഡറിലും ഇങ്ങനെയുള്ള ഒരു കട്ട് അവർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടാണ് ഈ സത്യം പറഞ്ഞാൽ ഈ ഒരു കുർത്തിയുടെ ഭംഗി എന്ന് പറയുന്നത്. ആ ഒരു കട്ട് നല്ല പെർഫെക്റ്റ് രീതിയിൽ തന്നെയാണ് അവർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. നമുക്ക് കംഫർട്ടായിട്ട് കറക്റ്റായിട്ട് ആ കട്ട് വരേണ്ട പ്ലേസിൽ തന്നെയാണ് ആ കട്ട് വന്നിരിക്കുന്നത്. പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ്. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. സ്റ്റിച്ചിങ്ങും നല്ല സ്റ്റിച്ചിങ് ആണ്. മെറ്റീരിയൽ വെച്ച് നോക്കുമ്പോൾ ക്രീം മെറ്റീരിയൽ ആണെങ്കിൽ കൂടിയും കുറച്ച് കട്ടിയുള്ള ഒരു ക്രീപ്പ് മെറ്റീരിയൽ ആണ്. കുറച്ചൊരു എന്താ പറയുക, നല്ലൊരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു ക്രീപ്പ് മെറ്റീരിയൽ അല്ല, കുറച്ച് ഹാർഡ് ആയിട്ടുള്ളൊരു ക്രീപ്പ് മെറ്റീരിയൽ ആണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കട്ടിയുണ്ട്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന കുർത്തി വെച്ച് നോക്കുമ്പോൾ ഇതൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്രീപ്പ് മെറ്റീരിയൽ ആണ്. പക്ഷേ ഇത് കുറച്ചും കൂടി ഹാർഡാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. ഇതിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 179 റുപ്പീസിനാണ് ഞാൻ ഈ ഒരു കുർത്തി വാങ്ങിച്ചത്. പക്ഷേ എൻ്റെ ഡിസപ്പോയിൻറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഉദ്ദേശിച്ച പാറ്റേൺ അല്ല എനിക്ക് വന്നിട്ടുള്ളത്. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഞാൻ ഇപ്പോൾ എനിക്ക് ലഭിച്ചത്. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് വേറൊരു ക്യൂട്ടായിട്ടുള്ളൊരു പാറ്റേൺ ആയിരുന്നു. സോ ഇത് ഞാൻ കീപ്പ് ചെയ്യണോ അതോ റിട്ടേൺ ചെയ്യണോ എന്നുള്ള ആലോചനയിലാണ്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ കീപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ റിട്ടേൺ ചെയ്യാം. സോ ഇത് വന്നിട്ട് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തി സെറ്റാണ്. നല്ല നൈസ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ഒക്കെ ഇവിടെ ഉണ്ട്. സോ ഈ ഒരു പൈസയ്ക്ക് ഇത് വേർത്താണ്. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഞാൻ അടുത്തത് പർച്ചേസ് ചെയ്തിരിക്കുന്ന ഒരു യെല്ലോ കുർത്തിയാണ്. ഇതാണ് ആ ഒരു യെല്ലോ കുർത്തി. ഇത് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണ്. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ലൊരു കളർ പാറ്റേണിലാണ് ഈ ഒരു കുർത്തി സെറ്റ് വരുന്നത്. രണ്ട് സൈഡിലും സെയിം കളർ തന്നെയാണ് വരുന്നത്. 162 റുപ്പീസാണ് ഈ ഒരു കുർത്തിക്ക് വരുന്നത്. എ ലൈൻ കുർത്തിയാണ്. രണ്ട് സൈഡിലും അവർ സ്ലിറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ലൈനിങ് ഒന്നും വരുന്നില്ല. ക്രീപ്പ് മെറ്റീരിയൽ ആണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ക്രീപ്പ് മെറ്റീരിയൽ ആണ്. ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നതും ഏകദേശം ഈ ഒരു രീതിയിലുള്ള ക്രീപ്പ് മെറ്റീരിയൽ തന്നെ. നല്ല സോഫ്റ്റ് ആണ്, നല്ല ബോഡി ഹഗ്ഗിങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. 3/4 എന്ന് പറയാൻ പറ്റില്ല, ഒരു ഹാഫ് ആണ് ഇതിൻ്റെ ഹാൻഡ്സ് വരുന്നത്. 3/4 എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു ലെങ്ത്തിലാണ് ഇതിൻ്റെ ഹാൻഡ്സ്. ഹാഫ് സ്ലീവ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇത് നല്ലൊരു പാറ്റേൺ ആണ്, വാഷബിൾ ആണ്, കളറൊന്നും ഫേഡ് ആവുന്നില്ല. ക്രീപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് കളർ ഫേഡ് ആവില്ല. പിന്നെ സ്മോൾ സൈസ് ആണ് ഞാനിത് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ ലഭിച്ചിരിക്കുന്ന ടാഗിൽ ഇങ്ങനെയാണ് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ബ്രാൻഡും കാര്യങ്ങൾ ഒക്കെ ത്രെഡ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് അവർ ഇതിൽ കൊടുത്തിരിക്കുന്ന ടാഗിൽ കാണുന്നത്. യൂനെക്കാണ് ഇതിൻ്റെ കഴുത്ത് വരുന്നത്. സീത്രൂ ഒന്നുമല്ല, നല്ല കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റുന്ന പെർഫെക്റ്റ് ഫിറ്റിങ്ങിലായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഹാൻഡ്സിൻ്റെ കാര്യം നോക്കുമ്പോൾ കുറച്ച് ലൂസാണ്. അത് എൻ്റെ കൈയിൻ്റെ പ്രത്യേകതയാണെന്ന് എനിക്കറിയില്ല. എൻ്റെ കൈ കുറച്ച് മെലിഞ്ഞിട്ടാണ്. സോ അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ഹാൻഡ്സ് കുറച്ച് ലൂസാണ്. ബാക്കിയെല്ലാം നല്ല പെർഫെക്റ്റ് ഫിറ്റിംഗ് ആണ് വരുന്നത്. സോ എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ലൊരു കുർത്തിയാണ്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലെല്ലാം നിങ്ങൾക്ക് മീഷോ ആപ്പിൽ നിന്ന് ലഭിക്കുന്നത് വളരെ നല്ലതാണ്. ബാക്കിയുള്ള ആപ്സിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി കോസ്റ്റ്ലി ആണ്. ഇതേ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ പരതി കഴിഞ്ഞാൽ കിട്ടും. പക്ഷേ ഇതിനെക്കാട്ടും കുറച്ചും കൂടി പ്രൈസിയാണ്. മീഷോയിൽ നിങ്ങൾക്ക് പ്രൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കും. സോ ഓഫേഴ്സ് വരുന്ന സമയത്ത് വാങ്ങിക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.